അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മുൽ ജലാലയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. അല്ലാഹ്. അല്ലാഹു എന്ന മഹത്തായ നാമം മുസ്തഖാണ് എന്നും ജാമിദാണ് എന്നും ഇസ്മു ജാമിദാണ് എന്നും രണ്ട് അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. മുസ്തഖ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പദത്തിൽ നിന്ന് ഉണ്ടായ ഇസ്മ. ജാമിദ്, ഇസ്മു ജാമിദ് എന്ന് പറഞ്ഞാൽ തനിയെ ഉണ്ടായ ഇസ്മ. അതിൽ മുസ്തഖാണ് എന്ന് പറയുന്നവരുടെ അഭിപ്രായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്തത്. ഇന്ന് അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല എന്ന മഹത്തായ നാമം തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ അതിന് പറയുന്ന കാരണം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. യാ എന്ന ഹർഫുൻ നിദ നമുക്ക് സുപരിചിതമാണ്. അതിന്റെ പേരറിയില്ല എങ്കിൽ കൂടി ഈ ഒരു അക്ഷരം എന്തിനാണ് അറബിയിൽ പ്രയോഗിക്കുന്നത് എന്ന് ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ മലയാളത്തിൽ അല്ലയോ, ഹേ, ഫാത്തിമ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന ആ ഒരു വിളിക്കാനുള്ള ഒരു പ്രയോഗമാണ് അറബിയിൽ ഈ ഒരു യാ എന്നുള്ളത്. ഇതിന്റെ പേര് ഹർഫുൻ നിദ എന്നാണ്. ഹർഫുൻ നിദ. ഈ പറയുന്ന യാ എന്ന ഹർഫുൻ നിദാഇന്റെ കൂടെ സാധാരണ നിലയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അല്ലി താരീഫ് ഉണ്ടല്ലോ, അലിഫ്ലാം, ഒരു ഇസ്മിന്റെ കൂടെ ചേരുന്ന, അതിനെ സ്പെസിഫിക് ആക്കാൻ ചേരുന്ന അല്ലി താരീഫ് ആരുടെ കൂടെ ചേരൂല. സാധാരണ നിലയ്ക്ക് ഈ യാ എന്ന പാർട്ടിക്കിൾ ഹർഫിന്റെ കൂടെ ചേരുകയില്ല. ഉദാഹരണത്തിന് നമുക്ക് റബ്ബിന്റെ പേര് തന്നെ എടുക്കാം. അസ്മാഉൽ ഹുസ്നയിലുള്ള ബാക്കി നാമങ്ങൾ നമുക്കൊന്ന് സുപരിചിതമായതുകൊണ്ട് അത് തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ പഠിച്ച റബ്ബിന്റെ അസ്മാഉൽ ഹുസ്ന മറ്റു നാമങ്ങളൊക്കെ വിളിച്ചിട്ട് നമ്മൾ എന്താക്കാറുണ്ട്? റബ്ബിനെ വിളിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിന്റെ അങ്ങനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പൊ റഹ്മാൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? യാ റഹ്മാൻ, യാ റഹ്മാൻ. നമ്മൾ എന്ത് പറയാറില്ല? യാ അർ റഹ്മാൻ എന്ന് നമ്മൾ പറയാറില്ല. യാ അർ റഹ്മാൻ എന്ന് നമ്മൾ പറയാറില്ല. ഈ അലിഫ്ലാം, അല്ലി താരീഫ് എവിടെ ഉണ്ടാവാറില്ല? യാ കഴിഞ്ഞിട്ട് ഉണ്ടാവാറില്ല. യാ ലത്തീഫ്, യാ അൽ ലത്തീഫ് എന്ന് നമ്മൾ പറയാറില്ല. യാ കരീം, യാ കരീം. നോക്കട്ടെ, യാ കരീം, യാ അൽ കരീം എന്ന് നമ്മൾ പറയാറില്ല. യാ ഗഫൂർ, യാ അൽ ഗഫൂർ എന്ന് നമ്മൾ പറയാറില്ല. അതായത് യാ എന്ന ഹർഫിനോടൊപ്പം എന്ത് ചേരൂല? അല്ലി താരീഫ് അല്ലെങ്കിൽ അലിഫ്ലാം ചേരുകയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ അലിഫ് താരീഫിന്, അലിഫ്ലാമിന് എന്തുണ്ട്? നല്ല ഈഗോ ഉണ്ട്. ചില ആളുകൾ വരുമ്പോൾ അതെന്താവും? അതങ്ങനെ മാറി നിൽക്കും. അങ്ങനെ ഒരാളാണ് ഈ യാ എന്ന ഹർഫ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ യാ റജുൽ, ഹേ മാൻ, യാ റജുൽ എന്നേ നമ്മൾ പറയുള്ളൂ. എന്ത് പറയൂല? യാ അർ റജുൽ എന്ന് പറയൂല. യാ എന്ന ഹർഫിന്റെ കൂടെ ആര് ചേരൂല? അല്ലി താരീഫ് അല്ലെങ്കിൽ അലിഫ്ലാം ചേരുകയില്ല. എന്നാൽ ഇസ്മുൽ ജലാലയോടൊപ്പം നമ്മൾ യാ ചേർക്കാറുണ്ട്. യാ അല്ലാഹ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. രണ്ടാമത്തെ കൂട്ടരുടെ അഭിപ്രായത്തിൽ യാ എന്ന ഹർഫ് അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയോടൊപ്പം ചേരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആദ്യത്തെ അലിഫും ലാമും അല്ലി താരീഫ് അല്ല, ലാമു ശംസിയ അല്ല. കഴിഞ്ഞ വീഡിയോയിലെ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ കൂട്ടരുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞത് അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ആദ്യത്തെ അലിഫും ലാമും അല്ലി താരീഫ് ആണ്, ലാമു ശംസിയാണ്. അപ്പോൾ ഈ അലിഫ് ലാം അല്ലെങ്കിൽ ഈ ആദ്യം കാണുന്ന അലിഫും ലാമും അല്ലി താരീഫ് ആണ് എങ്കിൽ എങ്ങനെ യാ എന്ന ഹർഫിന്റെ കൂടെ ചേരും എന്നതാണ് രണ്ടാമത്തെ കൂട്ടരുടെ ചോദ്യം. അവരുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന അലിഫും ലാമും
ഇസ്മുൽ ജലാലയുടെ തന്നെ ഭാഗമാണ്, അതിൻ്റെ കൂടെ ആദ്യമേ ഉള്ള ഭാഗമാണ്. ഇലാഹ് എന്ന ഇസ്മിൻ്റെ കൂടെ ചേർന്ന അല്ലിത്താരീഫ് അല്ല എന്നതാണ് അവർ പറയുന്നത്. അതിൻ്റെ കാരണമാണ് യാ എന്ന ഹർഫിൻ്റെ കൂടെ അല്ലാഹു എന്ന് നമ്മൾ ചേർത്ത് വിളിക്കാറുണ്ട് എന്നുള്ളത്. യാ അല്ലാഹ്. അപ്പോ ആദ്യത്തെ കൂട്ടരുടെ അഭിപ്രായത്തിൽ അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് അല്ലാഹു എന്ന ഇസ്മുൽ ജലാല ഉണ്ടായിരിക്കുന്നത്. അതായത് അല്ലാഹു എന്ന നാമത്തിന്റെ ആദ്യം കാണുന്ന അലിഫും ലാമും അല്ലി താരീഫാണ്. ആദ്യത്തെ ലാമു ശംസിയയാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരുടെ അഭിപ്രായത്തിൽ അല്ലാഹു എന്ന ഇസ്മുൽ ജലാല തനിയെ ഉണ്ടായതാണ്. അത് മറ്റേതെങ്കിലും പദങ്ങളിൽ നിന്ന് വന്നതല്ല എന്നാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ഈ രണ്ട് അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പഠനത്തിനും അവരുടെ സമയത്തിനും അവർക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. നമുക്ക് ഈ രണ്ട് അഭിപ്രായങ്ങളെയും സ്വീകരിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളായ ഗുണനാമങ്ങളായ അസ്മാ ഉൽ ഹുസ്ന 99 നാമങ്ങൾ ഇസ്മുൽ ജലാലയോടൊപ്പമാണ് ചേരുക. ഇസ്മുൽ ജലാല ആരുടെ ഒപ്പമല്ല ചേരുക? അസ്മാ ഉൽ ഹുസ്നയോടൊപ്പമല്ല ചേരുക. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു അസീസുൻ ഹക്കീം, ഇതാണ് ശരി. അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ ഇസ്മുൽ ജലാലയോടൊപ്പമാണ് അസ്മാ ഉൽ ഹുസ്ന ചേർക്കുന്നത്. എന്നാൽ അൽ ഗഫൂർ റഹീമുല്ലാഹ് അല്ലെങ്കിൽ അൽ അസീസുൽ ഹക്കീമുല്ലാഹ് എന്നത് എന്താണ്? അത് തെറ്റാണ്. ഇങ്ങനെ ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു അസീസുൻ ഹക്കീം. ഇസ്മുൽ ജലാലയാണ് ആദ്യം ഉണ്ടാവുക. ഇസ്മുൽ ജലാലയുടെ കൂടെയാണ് അസ്മാ ഉൽ ഹുസ്ന 99 നാമങ്ങൾ ചേരുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.